ചേന്നാമംഗലത്തിന്റെ സ്വന്തം നാട്ടുകാരന് എന്താണ് പറയാനുള്ളത് ഈ ഒരു കൊലപാതകത്തെ കുറിച്ച്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. ഒരാളും ചെയ്യാത്ത മൃഗീയമായുള്ള സംഭവമാണ് നടത്തിയേക്കുന്നത്. ഇത് നമ്മൾ മാഞ്ഞൂരം കൊലക്കേസിലാണ് നമ്മളിത് കേട്ടിട്ടുള്ളത്. ചേന്നാമംഗലത്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല പുരോഹിതന്മാരും നല്ല മനുഷ്യന്മാരും പേര് കേട്ട സ്ഥലവുമാണ്. കലാകാരന്മാരും പ്രൊഫസർമാരും അമേരിക്കയിലെ രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ഉള്ള ചേന്നാമംഗലം ജയേന്ദ്രൻ, ഗായകൻ ജയേന്ദ്രൻ, അങ്ങനെയൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ ചേന്നാമംഗലത്തിൻ്റെ പ്രശസ്തി പുറത്തെല്ലായിടത്തും അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ ചേന്നാമംഗലത്താണ് താമസിക്കണമെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്താലും ശരി പാല്യത്തെ പറ്റിയാണ് ചോദിക്കുള്ളൂ. അത്രയും വലിയ പാല്യം കൊട്ടാരത്തെ പറ്റിയും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയും ചോദിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇങ്ങനെ സംഭവം നടന്നത്, ദയനീയമായിട്ടുള്ളൊരു സംഭവം നടന്നത്. ആ കുഞ്ഞു മക്കളുടെ കാര്യം ഞാൻ ആലോചിച്ച് നോക്ക്. ഇത് ആര് നോക്കും? 10 ദിവസം നാട്ടുകാർ നോക്കും. ഇത് 14 ദിവസം അതുങ്ങളുടെ വഴിയാധാരം എന്തായിരിക്കും? അച്ഛനില്ല, അമ്മയില്ല, കൂടിപ്പറപ്പങ്ങൾക്ക് എത്ര ദിവസം നോക്കാൻ പറ്റും? അതുങ്ങളുടെ അവസ്ഥകളൊന്നും മനസ്സിലാക്ക്. അത് നമ്മൾ കണ്ട് നാളെ ഇങ്ങനെ സംഭവം നാട്ടിൽ ഇനി ഉണ്ടാകരുത്. വരും തലമുറക്ക് ഇവിടെ ഇനിയിപ്പോൾ ഈ സ്ഥലത്ത് ഒരു പറമ്പ്, ഒരു 5 സെന്റ് സ്ഥലം പോലും വെക്കാൻ പറ്റില്ല. ഒരാളൊരു വാടകയ്ക്ക് ഒരു വീടിന് വരില്ല. ഒരു പെൺകൊച്ചിനുള്ള കല്യാണം നടത്തി വരില്ല. ഇതൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ ഭയപ്പാടാണ്. പല വീട്ടിലും പല പെറ്റീഷനും കൊടുത്തിട്ട് ആൾക്കാർ പേടിച്ച് ഭയന്നിട്ട് സ്റ്റേഷനിൽ കൊടുക്കാത്തവരുണ്ട്. ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവൻ്റെ ഭയം കൊണ്ട്. ഒരു കേസ് കൊടുക്കാൻ പോലും പോകാനായിട്ട് പേടിയുണ്ട്. അവരൊക്കെ ഇന്ന് മാന്യമായിട്ടും സമാധാനമായിട്ടും ഉള്ളതും കൊണ്ട് ജീവിച്ച് സന്തോഷമായിട്ട് പോകുന്ന ആൾക്കാരാണ് അവരൊക്കെ. അവർക്കൊക്കെ ഭയമായിരുന്നു. ഇതെന്താണ്, ഇത്ര വലിയ ഭീകരനാണോ ഇത് ഈ നാട്ടിലടച്ചു വെക്കുന്നത്? നമ്മുടെ നിയമങ്ങളെ ചവിട്ടി മെതിച്ചുകൊണ്ടാണ് ഈ പോണത്. നമ്മളുടെ നിയമത്തിന് ചവിട്ടി വെച്ച് ഇവൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞാണ് ഈ ലോകം മുഴുവൻ നടക്കുന്നത്. ഇവനിങ്ങനെ സർട്ടിഫിക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവന് നേരത്തെ എന്തെങ്കിലും ഒരു കൗൺസിലിംഗ് നടത്തി ഈ എവിടെയെങ്കിലും അവൻ അമ്മ വഴിയായിട്ട് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ടുപോയി അവനിങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞ ഇത്രയും കൊലപാതകത്തിലേക്ക് അവൻ വരില്ല. മനസ്സിലായ? 4 കിലോ വെയിറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ആ സാധനം. അത് വെച്ചടിക്കണമെങ്കിൽ നല്ല മരങ്ങില്ലാത്തവരെ ചെയ്യാൻ പറ്റില്ല. ലഹരിക്കടിമയായിരുന്നു എന്ന് പറയുന്നത്. നമ്മൾ എത്രയും ദൂരമാണ് നമ്മൾ ഈ പയ്യനെ ഇവിടെ കാണാറുണ്ട്, വണ്ടിക്കൊക്കെ പോകാൻ കാണാറുണ്ട്. അല്ലാണ്ട് മറ്റുള്ള കൂടുതൽ ബന്ധങ്ങളൊന്നുമില്ല. എൻ്റെ വീട് ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരത്തിലാണ് എൻ്റെ വീട്. ഞാനിവിടെ ഈ കടയിൽ സ്ഥലം ചായ പിടിക്കാൻ വന്ന ആളാണ്. അപ്പം നമുക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകൊച്ചിനാളുടെ ഒരു കല്യാണം വരെ വന്നാൽ ഇനിയിപ്പോൾ നടക്കില്ല. ഇന്ന സ്ഥലത്തല്ലേ നടക്കൂല. അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ഏരിയക്ക് സ്ഥലക്കച്ചവട സംബന്ധമായി സ്ഥലത്തിനുള്ള വാല്യൂ കുറഞ്ഞൊരു വാടക വീട് വരുമ്പോൾ ഒരാളെടുക്കില്ല. മനസ്സിലായി? അടുത്ത് ഭയപ്പെട്ടിട്ട് തന്നെയാണ്, തീർച്ചയായിട്ടും ഭയപ്പെട്ടിട്ട് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഭീകരനുള്ള സ്ഥലത്ത് വന്നിട്ട് ആരെങ്കിലും നിൽക്കുമോ? നമ്മളുടെ കുടുംബമായിട്ട് താമസിക്കാൻ നിൽക്കില്ല. അത് മാത്രമേ നമുക്ക് ഇത്ര പറയാനുള്ളൂ. ഇനിയുള്ള തലമുറകൾക്ക് കൊടുക്കാനുള്ള സന്ദേശം നല്ലൊരു മാതൃകയായിട്ട് അവരെ നല്ലൊരു ഇതിൽ കൊണ്ടുവരണം. അവരെ വഴിതെറ്റിക്കാണ്ട് കാരണന്മാർ നോക്കണം. അത് എല്ലാവരോടും കൂടിയാണ് പറയണത്. വെച്ച് കഴിഞ്ഞാൽ ദയവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ മരിച്ചവരുടെ കുടുംബത്തിലുണ്ടായ പോലുള്ള ഒരു അവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാകരുത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് നമസ്കാരം. നിങ്ങളുടെ മക്കളായും എൻ്റെ മക്കളായാലും ഈ കണക്ക് ശരിയല്ല. കോടതി വിട്ടാലും നാട്ടുകാരെ കോടതി വിടില്ല. ഇനി പറയാനുണ്ട് ഒരുപാട്. പക്ഷെ മനസ്സിന് ഒരുപാട് വിഷമമുണ്ട്. നിരപരാധികളെ കൊന്നിട്ട് കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ ജീവൻ എനിക്ക് അധികാരമില്ല. ഉണ്ടോ ഇല്ലയോ എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല. കാണിച്ചിരിക്കുന്ന തെണ്ടിത്തരത്തിന് എന്താണ് പറയാനുള്ളത്? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇവനൊക്കെ ഒന്ന് കളയണമെന്ന്. ശരിക്കും നിയമത്തിന് വിട്ടുകൊടുക്കുകയാണോ വേണ്ടത്? നിയമത്തിന് വിട്ടുകൊടുക്കണ്ട, നാട്ടുകാരും വിട്ടുകൊടുക്കും.